മലയാളി ഫ്രം യുകെയുടെ T20 വേൾഡ് കപ്പ് ന്യൂസിലേക്ക് സ്വാഗതം. ടോസ് ലഭിച്ച സിംബാബ്വെ ഇന്ത്യയെ ബാറ്റിംഗിന് അയച്ചു. ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിലെ ആൾക്കൂട്ടത്തിന് നടുവിലൂടെ ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്യാൻ സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ഗ്രീസിലെത്തി. രണ്ട് കളിപ്പിച്ച് തന്നെയാണ് സഞ്ജു ഇന്ന് ഫസ്റ്റ് സ്ട്രൈക്ക് എടുക്കുന്നത്. ഗാരവെ എറിഞ്ഞ ഫസ്റ്റ് പന്ത് ഡോട്ട്, തൊട്ടടുത്ത പന്ത് സ്ട്രേറ്റ് ഡ്രൈവിലൂടെ ഒരു പടകൂറ്റൻ സിക്സ്. അമേസിംഗ് എന്ന് മാത്രമാണ് ആ ഷോട്ടിനെ വിശേഷിപ്പിക്കാൻ കഴിയുന്നത്. അടുത്ത ഓവർ എറിയുന്നത് മുസാരംബനിയാണ്. ഫസ്റ്റ് ബോൾ സഞ്ജു സിംഗിൾ എടുത്ത് സ്ട്രൈക്ക് കൈമാറി. സെക്കൻഡ് ബോൾ അഭിഷേക് സിംഗിൾ എടുത്ത് സ്ട്രൈക്ക് കൈമാറി. തേർഡ് ബോൾ ഒരു പടകൂറ്റൻ സിക്സിലൂടെ പന്ത് ഗ്രൗണ്ടിന് വെളിയിലെത്തിച്ച് സഞ്ജു സാംസൺ. ഗാലറി മുഴുവൻ സഞ്ജു സഞ്ജു എന്ന ആരവത്തോടുകൂടി അദ്ദേഹത്തെ അഭിനന്ദനം അറിയിച്ചു. സഞ്ജു തിരിച്ച് ഹോമിലേക്ക് എത്തിയെന്ന സിഗ്നൽ മനസ്സിലാക്കിയ സിംബാബ്വെ ക്യാപ്റ്റൻ സിക്കന്ദർ റാസ ഫീൽഡറിനെ ലോങ് സെറ്റ് ചെയ്തു. അടുത്ത ഓവർ എറിഞ്ഞ മബോസയുടെ രണ്ടാം പന്ത് അഭിഷേക് ശർമ്മ അടിച്ച് ഗാലറിക്ക് വെളിയിലിട്ടു. അതൊരു നോ ബോൾ ആയിരുന്നു. ആ നോ ബോളും കണക്ട് ചെയ്ത് ഒരു 4 ആക്കി സ്ട്രൈക്ക് സഞ്ജുവിന് കൈമാറി. നാലാം ബോൾ ഒരു കട്ട് ഷോട്ടിലൂടെ ഓഫ് സൈഡിൽ ഒരു 4 അടിച്ചു സഞ്ജു ഒരു സിഗ്നൽ വീണ്ടും നൽകി. ഇനി അടിയോടടി തന്നെ. മുസാരബനിയുടെ മൂന്നാം ഓവറിലെ നാലാം ബോൾ ലെഗ് ആംഗിളിലേക്ക് വന്ന ആ കട്ട് ബോൾ ഒരു പുൾ ഷോട്ടിന് ശ്രമിച്ച് ലെഗിൽ ഡീപ്പ് മിഡ് വിക്കറ്റിൽ റിയാൻ ബേൾ ക്യാച്ച് എടുത്ത് സഞ്ജു മടങ്ങുമ്പോൾ ഇന്ത്യൻ സ്കോർ 48-1. അദ്ദേഹത്തിൽ നിന്ന് ഒരു വലിയ ഇന്നിങ്സ് ഗാലറിയിൽ ഇരുന്ന ഓരോരുത്തരും ആഗ്രഹിച്ചെങ്കിലും 15 ബോളിൽ സഞ്ജു നേടിയ 24 റൺസ് ഇന്ത്യക്ക് അത്രയും പ്രിയപ്പെട്ടതായിരുന്നു. 160 സ്ട്രൈക്ക് റേറ്റിൽ 2 സിക്സും ഒരു 4 അടക്കമാണ് സഞ്ജു സാംസൺ 24 റൺസ് എടുത്തത്. അഭിഷേകും സഞ്ജുവും ചേർന്ന് 48 റൺസിന്റെ കൂട്ടുകെട്ട്. പിന്നീട് വന്ന ഇഷാൻ കിഷനും അഭിഷേക് ശർമ്മയും ചേർന്ന് 72 റൺസിന്റെ കൂട്ടുകെട്ട് എടുത്തെങ്കിലും ഷിക്കാൻ റാസയ്ക്ക് വിക്കറ്റ് നൽകി ഇഷാൻ കിഷൻ മടങ്ങുമ്പോൾ ഇന്ത്യൻ സ്കോർ ബോർഡ് 120-2. 30 പന്തിൽ 55 റൺസ് എടുത്ത അഭിഷേക് ശർമ്മ വേൾഡ് കപ്പിലെ തന്റെ ഫസ്റ്റ് അർദ്ധ സെഞ്ചുറി എടുത്ത് മടങ്ങുമ്പോൾ ഇന്ത്യൻ സ്കോർ ബോർഡ് 150-3. പിന്നീട് വന്ന തിലക് വർമ്മയും ക്യാപ്റ്റൻ സൂര്യകുമാറും ചേർന്ന് സിംബാബ്വെയെ തലങ്ങും വിലങ്ങും അടിച്ചു. സൂര്യ ഔട്ടാകുമ്പോൾ ഇന്ത്യൻ സ്കോർ ബോർഡ് 172-4 എന്ന നിലയിലായിരുന്നു. 23 പന്തിൽ ഹാർദിക് നേടിയ 50 റൺസും 16 പന്തിൽ തിലക് നേടിയ 44 റൺസും ഇന്ത്യയെ 256-4 എന്ന നിലയിലെത്തിച്ചു. ഒരു ഫുൾ ടീം വർക്ക് എന്ന് തന്നെ ഈ മത്സരത്തെ വിശേഷിപ്പിക്കാം. അതായത് ഒരു ജീവൻ മരണ പോരാട്ടം. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ സിംബാബ്വെക്ക് ബ്രിയാൻ ബെന്നറ്റും മറുമാണിയും ചേർന്ന് ഒരു മികച്ച ഓപ്പണിംഗ് തന്നെയാണ് നൽകിയത്. മറുമാണി മടങ്ങുമ്പോൾ സിംബാബ്വെ സ്കോർ 44-1. 9-ാം ഓവറിലെ രണ്ടാം ബോൾ ഡിയോൺ മേയേഴ്സിനെ മടക്കി വരുൺ ചക്രവർത്തി. സിംബാബ്വെ 72-2. അപ്പോഴേക്കും ഒരു സൈഡിൽ നിന്നും ഇന്ത്യക്ക് പ്രഹരമേറ്റുകൊണ്ടിരുന്നു. ബെന്നറ്റും ക്യാപ്റ്റൻ ഷിക്കാർ റാസയും ചേർന്ന് ഇന്ത്യയെ തലങ്ങും വിലങ്ങും അടിച്ചു. ഇരുവരും ചേർന്ന് 72 റൺസ് കൂട്ടുകെട്ട്. സിക്കന്ദർ റാസയുടെയും റിയാൻ ബേണിൻ്റെയും ടോണി മുൻയോങ്കയുടെയും വിക്കറ്റുകൾ എടുത്ത് ഹർഷദീപ് സിംഗ് ഇന്ത്യക്ക് ബ്രേക്ക് ത്രൂ സമ്മാനിച്ചു. ക്യാപ്റ്റൻ സിക്കന്ദർ റാസയും ബെന്നറ്റും ചേർന്നെടുത്ത 72 റൺസ് പാർട്ണർഷിപ്പ് ഇന്ത്യക്ക് തകർക്കാൻ കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ മത്സരഫലം മറ്റൊന്നായനെ. 23-കാരനായ ബ്രിയാൻ ബെന്നറ്റ് വേൾഡ് കപ്പിലെ തൻ്റെ 3ാം അർദ്ധ സെഞ്ചുറി നേടി 97 റൺസുമായി നോട്ട് ഔട്ട്. സിംബാബ്വെ 20 ഓവറിൽ 184-6 എന്ന നിലയിൽ അവസാനിച്ചു. സിംബാബ്വെക്കെതിരെ ഇന്ത്യക്ക് 72 റൺസ് വിജയം. ഇതോടെ ഗ്രൂപ്പ് 1-ൽ 2 പോയിന്റുമായി -0.10 നെറ്റ് റേറ്റിൽ ഇന്ത്യ 3ാം സ്ഥാനത്തേക്ക് മാറി. ഇനി സെമി കാണാൻ ഇന്ത്യക്ക് ഒരു കടമ്പ കൂടി. വെസ്റ്റ് ഇൻഡീസിനെതിരെ വിജയം മാത്രം. അപ്പോൾ വീണ്ടും എത്താം. മലയാളി ഫ്രം UK.